Chemical properties of aldehydes and ketones. ആദ്യം പഠിക്കാൻ പോകുന്ന സെറ്റ് ഓഫ് പ്രോപ്പർട്ടീസ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. കുറേ എക്സാമ്പിൾസ് നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട്. സോ ഇറ്റ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻസ്. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്താന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഒരു ന്യൂക്ലിയോഫൈൽ ഇനീഷ്യേറ്റ് ചെയ്യുന്നതാണ്, റൈറ്റ്? ഇവിടെ ന്യൂക്ലിയോഫൈൽ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് ലവിങ് അല്ലെങ്കിൽ പോസിറ്റീവിനെ ഇഷ്ടപ്പെടുന്നത് എന്ന് വെച്ചാൽ സ്വയം നെഗറ്റീവ് ആയിട്ടുള്ള റീജന്റ് ആണ് ന്യൂക്ലിയോഫൈൽ. ആൽഡിഹൈഡ്സിലും കീറ്റോൺസിലും കോമൺ ആയിട്ട് നമുക്ക് കാണാവുന്നത് എന്താ? സി ഡബിൾ ബോണ്ടും. സോ വാട്ട് ഹാപ്പൻസ് വെൻ എ ന്യൂക്ലിയോഫൈൽ NU മൈനസ് കാണിക്കാം കംസ് നിയർ എൻ ആൽഡിഹൈഡ് ഓർ കീറ്റോൺ. നോക്കൂ, സി ഡബിൾ ബോണ്ട് O എന്ന് പറയുമ്പോൾ ഓക്സിജൻ അവിടെ ഇലക്ട്രോ നെഗറ്റീവ് ആണ്. അപ്പോൾ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഡബിൾ ബോണ്ട് അത് കുറച്ച് ഓക്സിജന്റെ അടുത്തേക്ക് നീങ്ങി നിൽക്കും. അപ്പൊ ഓക്സിജൻ ഒരു ഡെൽറ്റ മൈനസ് ചാർജ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കാർബൺ ഒരു ഡെൽറ്റ പോസിറ്റീവ് ചാർജും ഉണ്ടാവും. ആ പോസിറ്റീവ് സെന്ററിനെ ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും? ന്യൂക്ലിയോഫൈൽ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യും. ആൻഡ് വി ഗെറ്റ് ഇവിടെ CNU അറ്റാച്ച്മെന്റ് വരും. ഈ ന്യൂക്ലിയോഫൈൽ ഇവിടെ അറ്റാക്ക് ചെയ്യുമ്പോൾ കാർബണിന് ഇലക്ട്രോൺസ് കിട്ടാണ്. അപ്പൊ കാർബൺ എന്ത് ചെയ്യും? ഡബിൾ ബോണ്ടിലെ പൈ ഇലക്ട്രോൺസിനെ കംപ്ലീറ്റ് ആയിട്ട് ഓക്സിജന് കൊടുക്കും. അപ്പൊ ഓക്സിജന് ഉണ്ടായിരുന്ന ഡെൽറ്റ മൈനസ് എന്ന ചാർജ് ഒരു ഫുൾ മൈനസ് ചാർജ് ആയിട്ട് മാറും. പൈ ബോണ്ട് ബ്രോക്കൺ ആവും. പൈ ഇലക്ട്രോൺസ് രണ്ടും ഓക്സിജന്റെ അടുത്തേക്ക് പോകും. സോ ഡബിൾ ബോണ്ട് ഇസ് കൺവേർട്ടഡ് ടു എ സിംഗിൾ ബോണ്ട്. അപ്പൊ സി ഡബിൾ ബോണ്ട് O എന്നുള്ളത് CO മൈനസ് ആയി മാറും. ഇനി എവിടെയെങ്കിലും ആ റിയാക്ഷൻ മിക്സ്ചറിൽ ഒരു പ്രോട്ടോൺ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ പ്രോട്ടോൺ കംസ് ആൻഡ് ആഡ്സ് ടു ദി O മൈനസ് ഗിവിംഗ് OH. അപ്പൊ ഇതാണ് ന്യൂക്ലിയോഫിലിക് അഡീഷന്റെ മെക്കാനിസം. വൺസ് ഇത് മനസ്സിലായി കഴിഞ്ഞാൽ ഏത് ന്യൂക്ലിയോഫൈൽ തന്നാലും നമുക്ക് അതിന്റെ പ്രോഡക്റ്റ് എഴുതാൻ പറ്റും. അത് ബൈഹാർട്ട് പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇവിടെ നമുക്ക് ഇനി കാണേണ്ടത് ഇവരുടെ റിയാക്ടിവിറ്റി ആണ്. ആൽഡിഹൈഡ്സ് ആണോ കീറ്റോൺസ് ആണോ മോർ റിയാക്റ്റീവ്? രണ്ട് ഫാക്ടേഴ്സ് ആണ് അതിനെ നിശ്ചയിക്കുന്നത്. ഒന്ന് സ്റ്റെറിക് ഇഫക്റ്റ് ആണ്, രണ്ടാമത്തത് ഇലക്ട്രോണിക് ഇഫക്റ്റ് ആണ്. നമുക്ക് നോക്കാം. ഈ രണ്ട് ഇഫക്റ്റ് വെച്ച് നോക്കിയാലും ആൽഡിഹൈഡ്സ് ആർ മോർ റിയാക്റ്റീവ് എന്നാണ് നമുക്ക് കിട്ടുക. ലെറ്റ് us see how. സ്റ്റെറിക് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പേഷ്യൽ ഓറിയന്റേഷനുമായി ബന്ധപ്പെട്ടതാണ് സ്റ്റെറിക് ഇഫക്റ്റ്. സ്റ്റെറിക് ക്രൗഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇപ്പൊ ആൽഡിഹൈഡിനെ സംബന്ധിച്ച് നമുക്കറിയാം, നിർബന്ധമായിട്ടും സി ഡബിൾ ബോണ്ടോയിനോട് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഹൈഡ്രജൻ ആണ്, പിന്നെയാണ് ഒരു R ഗ്രൂപ്പ് വരുന്നുള്ളൂ. അപ്പൊ ന്യൂക്ലിയോഫൈലിന് കാർബണിനെ അറ്റാക്ക് ചെയ്യാൻ കുറച്ചും കൂടിയും എളുപ്പമാണ് ആൽഡിഹൈഡ്സില്. കീറ്റോൺ ആണെങ്കിലോ ഇവിടെയും ഒരു R ഗ്രൂപ്പ് തന്നെയാണ് വരുന്നത്, അനദർ ആൽക്കൈൽ ഗ്രൂപ്പ്. അപ്പൊ ക്രൗഡഡ് ബൾക്കി ആയിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പ്സ് രണ്ട് സൈഡിലും വന്ന് നിൽക്കുമ്പോൾ അതിന്റെ ഇടയിൽ കൂടെ ന്യൂക്ലിയോഫൈലിന് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. വേറാസ് ഒരു ഹൈഡ്രജൻ വരുമ്പോൾ അത്രയും ചെറുതാണ്. ഇപ്പോ റഫ്ലി നമ്മളൊന്ന് കാണിക്കുകയാണെങ്കിൽ നോക്കൂ, ഒരു CH3 ഗ്രൂപ്പ് ആണെന്ന് വിചാരിക്കൂ. നമ്മൾ എഴുതുന്നത് പോലെയല്ലല്ലോ. അപ്പൊ ഇതൊരു കാർബൺ ആണെങ്കിൽ ഇങ്ങനൊരു ഹൈഡ്രജൻ, ഇങ്ങനൊരു ഹൈഡ്രജൻ, ഇങ്ങനൊരു ഹൈഡ്രജൻ. ഇവിടെയാണെങ്കിൽ ഒരു ഹൈഡ്രജനേ ഉള്ളൂ ആൽഡിഹൈഡ്സിൽ. വേറാസ് ഇതൊരു കീറ്റോൺ ആയിരുന്നെങ്കിലോ ഇവിടെയും ഇതുപോലെ അല്ലെ, ഒരു കാർബൺ, ഇങ്ങനൊരു ഹൈഡ്രജൻ, ഇങ്ങനൊരു ഹൈഡ്രജൻ ഒക്കെ വരുമ്പോൾ ഇറ്റ് ബിക്കംസ് വെരി ഡിഫിക്കൾട്ട് ഫോർ ദ ന്യൂക്ലിയോഫൈൽ ടു അറ്റാക്ക് ഇൻ എ കീറ്റോൺ. അതുകൊണ്ട് കീറ്റോൺസ് ആർ ലെസ് റിയാക്റ്റീവ്, ആൽഡിഹൈഡ്സ് ആർ മോർ റിയാക്റ്റീവ്. രണ്ടാമത്തത് ഇലക്ട്രോണിക് ഇഫക്റ്റ് ആണ്. കീറ്റോണില് സി ഡബിൾ ബോണ്ട് O ഇസ് അറ്റാച്ച്ഡ് ടു 2 ആൽക്കൈൽ ഗ്രൂപ്പ്സ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ആൽക്കൈൽ ഗ്രൂപ്പുകൾക്ക് +I ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ആണ് ഉള്ളത്. എന്ന് വെച്ചാൽ ആൽക്കൈൽ ഗ്രൂപ്പുകൾ കാർബണിലേക്ക് ഇലക്ട്രോൺസിനെ തള്ളിവിടും. ഇലക്ട്രോൺസ് ആർ ഡിസ്പ്ലേസ്ഡ് മോർ ടുവേർഡ്സ് ദി കാർബൺ, away from the alkyl groups towards the carbon. അപ്പൊ എന്തുണ്ടാവും? കാർബണിന് ഇപ്പൊ ഇവിടെ പോസിറ്റീവ് ചാർജ് ആയിരുന്നല്ലോ, ആ പോസിറ്റീവ് ചാർജ് കുറയും. കാർബണിന്റെ പോസിറ്റീവ് ചാർജ് ഉള്ളത് കൊണ്ടാണ് ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യാൻ പോയത്. പോസിറ്റീവ് ചാർജ് കുറഞ്ഞാൽ ന്യൂക്ലിയോഫൈലിന് അറ്റാക്ക് ചെയ്യാനുള്ള താല്പര്യം കുറയും. വേറെ ആൽഡിഹൈഡിനെ സംബന്ധിച്ചോ, ആൽഡിഹൈഡിൽ ഒരു
ആൽക്കൈൽ ഗ്രൂപ്പിന്റെ ഇഫക്റ്റ് മാത്രമേ വരുന്നുള്ളൂ. ഒരെണ്ണം ഹൈഡ്രജൻ ആണ്, ഹൈഡ്രജന് പ്ലസ് ഐ ഇഫക്റ്റ് ഒന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് പോസിറ്റീവ് ചാർജ് ഓൺ ദ കാർബൺ അത്ര അധികം കുറയില്ല. അതുകൊണ്ടാണ് ആൽഡിഹൈഡ്സ് ബിക്കം മോർ റിയാക്റ്റീവ് ദാൻ കീറ്റോൺ. ഈ രണ്ട് റീസൺ വെച്ച് നോക്കിയാലും ആൽഡിഹൈഡ്സ് ആർ മോർ റിയാക്റ്റീവ് ദാൻ കീറ്റോൺസ്. ഇനി നമുക്ക് എക്സാമ്പിൾസ് കാണാം. ദ ഫസ്റ്റ് വൺ ഇസ് ദി അഡീഷൻ ഓഫ് HCN. നോക്കാം. HCN എന്ന് പറയുമ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് H പ്ലസ് ആൻഡ് CN- ആയി മാറും. CN- ആണ് ന്യൂക്ലിയോഫൈൽ. C ഡബിൾ ബോണ്ട് O പ്ലസ് CN-. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഇവിടെ ന്യൂക്ലിയോഫൈൽ ഇവിടെ അറ്റാക്ക് ചെയ്യും, ഡബിൾ ബോണ്ട് ഷിഫ്റ്റ് ചെയ്യും, and we get the product as C single bond O minus, ഇവിടെ CN വരും, H plus addition നടക്കും, and you get the product as COH CN. ഇവരെ പറയുന്ന പേര് cyanohydrins എന്നാണ് പറയാ. These compounds are called as cyanohydrins. ഇനി ഇത്രയേ ഉള്ളൂ. അടുത്തത് addition of NaHCO3, സോഡിയം ഹൈഡ്രജൻ സൾഫൈറ്റ് ആണ്. SO4 ആണെങ്കിൽ സൾഫേറ്റ് എന്ന് പറയും, SO3 ആയതുകൊണ്ട് സൾഫൈറ്റ് എന്നാണ് പറയാം. NaHSO3യുടെ സ്ട്രക്ചർ ഇറ്റ് ഇസ് സംതിങ് ലൈക്ക് ദിസ്, S ഡബിൾ ബോണ്ട് O OH ONA ഇങ്ങനെയാണ് ഇരിക്കുക. ഇതിൽ നിന്ന് Na+ ആണ് പോവുക. അപ്പൊ ന്യൂക്ലിയോഫൈൽ വരുന്നത് OSO2H ആണ്. ന്യൂക്ലിയോഫൈൽ ഇസ് ദിസ് പാർട്ട്, OSO2H എന്ന് പറഞ്ഞ പാർട്ടാണ് ന്യൂക്ലിയോഫൈൽ. ഇനി നമുക്ക് നേരെ അതിനെ ആഡ് ചെയ്താൽ മതി. C ഡബിൾ ബോണ്ട് O പ്ലസ് OSO2H മൈനസ്, ഇതിവിടേക്ക് ആഡ് ആവും, ഇതിങ്ങോട്ട് ഷിഫ്റ്റ് ആവും, and we get COSO2H O മൈനസ് വരും, അവിടേക്ക് Na+ പോയി ആഡ് ആവും. സോ വി ഹാവ് ദിസ്. ഇത് പക്ഷെ സ്റ്റേബിൾ അല്ല. ദിസ് വിൽ അണ്ടർഗോ എ പ്രോട്ടോൺ ട്രാൻസ്ഫർ, ഒരു H+ ട്രാൻസ്ഫർ നടക്കും. അതായത് ഓക്സിജന്റെ അടുത്തേക്ക്, അതായത് OSO2Hൽ നിന്ന് ഹൈഡ്രജൻ O- അടുത്തേക്ക് പോകും. സോ ദ പ്രോഡക്റ്റ് വിൽ ബി, ഇവിടെ OH വരും, ഇവിടെ OSO2Na വരും. ദിസ് ഇസ് കോൾഡ് ആസ് ബൈസൾഫൈറ്റ് അഡീഷൻ പ്രോഡക്റ്റ് എന്നാണ് ഇതിനെ പറയാം. ബൈസൾഫൈറ്റ് അഡീഷൻ പ്രോഡക്റ്റ്. ഇതൊരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ്. ഇനി തിരിച്ച് ഇതിനെ ഹൈഡ്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ക്രിസ്റ്റലൈൻ പ്രസിപ്പിറ്റേറ്റ്. അപ്പൊ നമുക്ക് ആൽഡിഹൈഡും NaHSO3 കൂടെ റിയാക്ട് ചെയ്താൽ പ്രൊഡക്റ്റ് ഒരു വൈറ്റ് ക്രിസ്റ്റലൈൻ പ്രസിപ്പിറ്റേറ്റ് ആണ്. അതിനെ സെപ്പറേറ്റ് ചെയ്യാം. അതിനെ ഹൈഡ്രലൈസ് ചെയ്താൽ ഒറിജിനൽ ആൽഡിഹൈഡ് നമുക്ക് തിരിച്ചു കിട്ടും. സോ ദിസ് ഇസ് ആക്ച്വലി യൂസ്ഡ് ഇൻ ദി സെപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്സ്. ഇനി അടുത്ത അഡീഷൻ പഠിക്കേണ്ടത് അഡീഷൻ ഓഫ് ഗ്രിഗ്നാർഡ് റിയേജന്റ് ആണ്. ഗ്രിഗ്നാർഡ് റിയേജന്റ് ഇത് നമ്മൾ അറിയണതാണ്. നോക്കൂ, C ഡബിൾ ബോണ്ട് O is treated with RMgX. ഇവിടെ ഇത് R- Mg+X സ്പ്ലിറ്റ് ചെയ്യുക. ഇതിങ്ങോട്ട് വരും, ഇതിങ്ങോട്ട് പോവും. Then we have the addition product കിട്ടും C. ഇത് O- ആവും, ഇവിടെ R വരും. ഈ O- അടുത്ത് Mg+X വന്ന് നിൽക്കും. And this is hydrolyzed. H2O bar H+ ചെയ്യുമ്പോൾ ഇവിടെ പൊട്ടും. O-ന്റെയും Mg+X-ന്റെയും ഇടയിൽ പൊട്ടിയിട്ട് ഓക്സിജന്റെ അടുത്തേക്ക് ഹൈഡ്രജൻ പോകും. സോ വി ഹാവ് ദ പ്രോഡക്റ്റ് ആസ് COHR പ്ലസ് MgX OH വരും. ഇവിടെ H ഇവിടേക്കും OH ഇങ്ങോട്ടുമാണ് പോകുന്നത് ഹൈഡ്രലൈസ് ചെയ്യുമ്പോൾ. അപ്പം സിയുടെ കൂടെ OH വരും, MgXന്റെ കൂടെ CO കൂടെ H വരും, MgXന്റെ കൂടെ OH വരും. ആൻഡ് ദ പ്രോഡക്റ്റ് ഇസ് ആൻ ആൽക്കഹോൾ. ഇനി ഇത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ, ആൽക്കഹോൾസ് ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. മെത്തനാൽ എടുത്തു കഴിഞ്ഞാൽ, ഇഫ് യു ടേക്ക് മെത്തനാൽ and treat it with a Grignard reagent, your product is a primary alcohol. Any other aldehyde, you will get a secondary alcohol,
and for ketone you will get a tertiary alcohol. ഇത് ആൽക്കഹോൾസ് ചാപ്റ്ററിൽ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതാണ്. അടുത്ത എക്സാമ്പിൾ is addition of alcohols themselves. What happens if you add an alcohol to a carbonyl compound? അപ്പോൾ C double bond O plus R dash OH എന്നുള്ള ആൽക്കഹോൾ എടുക്കാം. ഇവിടെ R dash O മൈനസ് എന്ന് പറയുന്നതാണ് ന്യൂക്ലിയോഫൈല് വരിക, H പ്ലസും വരും. അപ്പൊ ഇത് മൊത്തമായിട്ട് OR മൈനസ് ഇങ്ങോട്ട് പോവും, ഇത് ഇങ്ങോട്ട് വരും. The product will be ഇവിടെ CO minus, this is OR dash. ഇതിന്റെ കൂടെ H plus ആഡ് ആവും. H plus ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ COH വരും. ഇതിനെ പറയുന്നത് ഹെമി അസറ്റാൾ എന്നാണ് പറയാ, ഹെമി അസറ്റാൾ. ഇനി ഇത് സപ്പോസ് ഇവിടെ ഒരു സപ്പോസ് ദിസ് വാസ് എൻ ആൽഡിഹൈഡ്, RCHO ആണെന്ന് വിചാരിക്കൂ. So this will be, now it is converted into RCHOH, OR dash ആയി മാറി. ഇത് another molecule of alcoholന്റെ കൂടെ റിയാക്ട് ചെയ്തിട്ട് വാട്ടർ പോകും, and we will get RCH, OR dash and OR dash. ഇതിനെ പറയുന്ന പേര് അസറ്റാൾ എന്നാണ്. The final product is അസറ്റാൾ. ഇടയിലുണ്ടായ ഇന്റർമീഡിയറ്റ് പ്രോഡക്റ്റിനെ ഹെമി അസറ്റാൾ എന്നാണ് പറയാ. ഹെമി അസറ്റാൾ റിയാക്ട്സ് വിത്ത് അനദർ മോളിക്യൂൾ ഓഫ് ആൽക്കഹോൾ ടു ഫോം അസറ്റാൾ. ഇത് ആൽഡിഹൈഡ്സിന്റെ കേസിലാണ്. കീറ്റോൺ ആണെങ്കിൽ എന്ത് സംഭവിക്കും? കീറ്റോൺ ആണെങ്കിൽ കീറ്റാൽ ഫോം ആവും, RC ഡബിൾ ബോണ്ട് OR പ്ലസ് R dash OH. Product will be RC OR dash ഒരു സ്ഥലത്ത് വരും, ഇവിടെ ഓൾറെഡി ഒരു R ഉണ്ട്, ഇവിടെ OH വരും. ഇങ്ങനെ കീറ്റാൽസ് ഫോം ചെയ്യും. നമുക്കൊരു എക്സാമ്പിൾ പഠിക്കാനുള്ളത് ഒരു സൈക്ലിക് കീറ്റാലിന്റെ എക്സാമ്പിൾ ആണ് പഠിക്കാനുള്ളത്. അതായത് ദ കീറ്റോൺ ഇസ് ബീയിങ് ട്രീറ്റഡ് വിത്ത് ഗ്ലൈക്കോൾ CH2OH CH2OH. ഇതിന്റെ കൂടെയാണ് കീറ്റോണിനെ ട്രീറ്റ് ചെയ്യണത്. ഈ നേരത്തെ പറഞ്ഞ സംഭവങ്ങളൊക്കെ നടക്കും. എന്തൊക്കെ നടക്കും? ഇവിടെ ഇത് O മൈനസ് ആവും, ഇത് പോയിട്ട് ഇവിടെ അറ്റാക്ക് ചെയ്യും, ഇവിടെ വരും, എന്നിട്ട് അത് OH ആവും. സോ ദ ഇന്റർമീഡിയറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഇവിടെ R ഉണ്ട്, ഇത് OH ആവും. ദിസ് പാർട്ട് ബിക്കംസ് OCH2OH ആവും. ഇവിടെ നിന്ന് വാട്ടർ പോകും, എന്നിട്ട് അവിടെ ഒരു ജോയിനിങ് ഉണ്ടാവും, ഇവര് തമ്മിൽ ജോയിൻ ചെയ്യും, ഇങ്ങനെ ജോയിൻ ചെയ്യും. സോ ദിസ് ഇസ് കോൾഡ് ആസ് എ സൈക്ലിക് കീറ്റാൽ. ഇനി അടുത്ത സെക്ഷൻ ആണ് അഡീഷൻ ഓഫ് അമോണിയ ഡെറിവേറ്റീവ്സ്. അമോണിയ എന്ന് പറഞ്ഞ NH3 ആണ്. അമോണിയ ഡെറിവേറ്റീവ്സ് എന്ന് പറയുമ്പോൾ NH3യിൽ നിന്ന് ഒരു ഹൈഡ്രജൻ മാറ്റിയിട്ട് അവിടെ മറ്റെന്തെങ്കിലും കൊണ്ടുവയ്ക്കുമ്പോഴാണ് നമ്മൾ അമോണിയ ഡെറിവേറ്റീവ് NH2Z എന്ന് പറയാം. സോ വാട്ട് ഹാപ്പൻസ് വെൻ യു ഹാവ് ആറ് വേണമെന്നില്ല, ലെറ്റ് us look C double bond O. NH2Zൽ നിന്ന് H പ്ലസ് പോവും, H പ്ലസ് പോയാൽ NHZ മൈനസ് വരും. ദിസ് ഇസ് ദ ന്യൂക്ലിയോഫൈൽ. അപ്പൊ ഈ C ഡബിൾ ബോണ്ട് Oന്റെ കൂടെ NHZ മൈനസ് ആഡ് ചെയ്താൽ ഇതാ ഇവിടെ ഒരു അറ്റാക്ക്, ഇത് ഷിഫ്റ്റ് ചെയ്യും. സാധാരണ മെക്കാനിസം തന്നെ. This becomes NHZ. ഇവിടെ O മൈനസ് ആവും, O മൈനസ് പിന്നീട് പ്രോട്ടോൺ ആഡ് ചെയ്തിട്ട് OH ആവും. പക്ഷെ അവിടെ കൊണ്ട് നിൽക്കില്ല, ഇവിടെ ഒരു വാട്ടർ മോളിക്യൂൾ പോവും. നൈട്രജനിലുള്ള ഈ ഹൈഡ്രജനും കാർബണിലുള്ള ഈ OHും വാട്ടർ ആയിട്ട് പോവും. കാർബണിന്റെയും നൈട്രജന്റെയും ഇടയിൽ ഒരു ഡബിൾ ബോണ്ട് വരും. അപ്പൊ യുവർ പ്രോഡക്റ്റ്, ഫൈനൽ പ്രോഡക്റ്റ് വിൽ ബി സംതിങ് ലൈക്ക് ദിസ്. C ഡബിൾ ബോണ്ട് NZ എന്നാണ് ഫൈനൽ പ്രോഡക്റ്റ് വരും. അപ്പൊ നമുക്കൊരു എളുപ്പത്തിൽ എഴുതാം. എങ്ങനെ എഴുതാം? C ഡബിൾ ബോണ്ട് O പ്ലസ് NH2Z ഇങ്ങനെയാക്കാം. എന്നിട്ട് ഈ വാട്ടർ അങ്ങ് കളഞ്ഞാൽ മതി. യുവർ പ്രോഡക്റ്റ് വുഡ് ബി C ഡബിൾ ബോണ്ട് NZ. ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് പ്രോഡക്റ്റ് എഴുതാം. ഇവിടെ നമുക്ക് ഇതിന്റെ എക്സാമ്പിൾസ് ഉണ്ട്. ഈ അമോണിയ ഡെറിവേറ്റീവ്സിന്റെ തന്നെ
നമുക്കൊരു 7 എക്സാമ്പിൾ വരുന്നുണ്ട്. അതും കൂടി നോക്കിയിട്ട് നമുക്ക് നിർത്താം. നോക്കാം. So the first one is C double bond O plus NH3. നോക്കൂ, NH3 നമുക്ക് ഇന്ന രീതിയിൽ അമോണിയ എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, NH2H എന്ന് എഴുതാം. ഇവിടുന്ന് വാട്ടർ പോവും and you will get C double bond NH. ഇതിന്റെ പേര് imine എന്നാണ്. This is called as imine. Second example, C double bond O is treated with amine. RNH2 എന്ന് പറയില്ലേ നമ്മൾ, RNH2 is called amine. അപ്പൊ അമീന്റെ കൂടെ ട്രീറ്റ് ചെയ്തു, വാട്ടർ പോയി. The product is C double bond NR. Substituted imine അഥവാ Schiff's base എന്ന് പറയും. So this is called as substituted imine or Schiff's base. ഇനി മൂന്നാമത്തെ എക്സാമ്പിൾ, C double bond O is treated with hydrazine NH2 NH2. NH2 is called hydrazine. ഇവിടുന്ന് വാട്ടർ പോയാൽ the product is C double bond N NH2 will be the product, which is called as hydrazone. So here this is hydrazine and the product here is hydrazone. The product is hydrazone. മൂന്ന് എക്സാമ്പിൾ ആയില്ലേ. നാലാമത്തെ എക്സാമ്പിൾ, C double bond O is treated with phenyl hydrazine. നേരത്തെ നമ്മൾ കണ്ടത് ഹൈഡ്രസീൻ, അതിൽ ഒരു H മാറ്റിയിട്ട് ഒരു ബെൻസീൻ റിംഗ് വെക്കാം. So this is called phenyl hydrazine. ഹൈഡ്രസീന്റെ ഫിനൈൽ ഡെറിവേറ്റീവ് ആണ്. So this is called as phenyl hydrazine. Product is called as phenyl hydrazone. എങ്ങനെയാ പ്രോഡക്റ്റ് എഴുതാ? സാധാരണ പോലെ വാട്ടർ കളയാ. The product would be C double bond N NH C6H5. C6H5 എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിംഗ് ആണ്. അഞ്ചാമത്തെ 2,4 ഒരെണ്ണം നമ്മൾ മിസ് ചെയ്ത് പോയതിന്റെ ഇടയിൽ ഹൈഡ്രോക്സിൽ അമീൻ മിസ് ചെയ്ത് പോയി. വിൽ ഡു ദാറ്റ്. C double bond O plus NH2OH ഉണ്ട്, ഹൈഡ്രോക്സിൽ അമീൻ. വാട്ടർ പോവും. The product is C double bond NOH. അതിനെ ഓക്സീം എന്നാണ് പറയാ. So here you have hydroxyl amine and this is oxime. Oxime. Okay. അഞ്ചാമത്തെ. ഇനി നമ്മൾ ചെയ്യാൻ പോണത്, ആറാമത്തെ നമ്മൾ കാണാൻ പോണത് ഈ നേരത്തെ ചെയ്തത് തന്നെയാണ്. അതായത് നേരത്തെ വാട്ട് വി ഡിഡ്, ഫിനൈൽ ഹൈഡ്രസീൻ അല്ലെ. ഫിനൈൽ ഹൈഡ്രസീന്റെ കൂടെ 2 നൈട്രോ ഗ്രൂപ്പ്സ് വെച്ചാൽ മതി. സെക്കൻഡ് പൊസിഷനിലും 4th പൊസിഷനിലും നമ്മൾ ഓരോ നൈട്രോ ഗ്രൂപ്പ്സ് വെക്കാം. സോ ദാറ്റ് ബിക്കംസ്, നേരത്തെ വെറും ഫിനൈൽ ഹൈഡ്രസീൻ ആയിരുന്നു. നൗ ഇറ്റ് ഇസ് കോൾഡ് ആസ് 2,4 ഡൈനൈട്രോ 2,4 ഡൈനൈട്രോ ഫിനൈൽ ഹൈഡ്രസീൻ. 2,4 ഡൈനൈട്രോ ഫിനൈൽ ഹൈഡ്രസീൻ. അപ്പൊ അതിന്റെ പ്രോഡക്റ്റ് എന്തായിരിക്കും? പ്രോഡക്റ്റ് വുഡ് ബി 2,4 ഡൈനൈട്രോ ഫിനൈൽ ഹൈഡ്രസോൺ. ഇതിനെ ഈ റിയേജന്റ്, ഈ 2,4 ഡൈനൈട്രോ ഫിനൈൽ ഹൈഡ്രസോൺ ഒരു ഡാർക്ക് യെല്ലോ അല്ലെങ്കിൽ നല്ല ഓറഞ്ച് കളർ ആയിട്ടുള്ള ഒരു പ്രസിപ്പിറ്റേറ്റ് ആയിരിക്കും മിക്കവാറും കിട്ടുക. അപ്പോൾ അതൊരു ടെസ്റ്റ് ആണ് ഫോർ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. 2,4-DNP ടെസ്റ്റ് എന്ന് പറയും. ബിക്കോസ് ദ യെല്ലോ ഓർ ഓറഞ്ച് പ്രസിപ്പിറ്റേറ്റ് ഇസ് വെരി ഈസി ടു ഐഡന്റിഫൈ. ലാസ്റ്റ് വൺ സെമി കാർബസൈഡ് എന്ന് പറയും. C double bond O is treated with സെമി കാർബസൈഡ് NH2NH. അതായത് ഹൈഡ്രസീൻ എടുത്തുല്ലോ നമ്മൾ, അതിൽ നിന്നുള്ള NH2NH, എന്നിട്ട് അവിടെ ഒരു C double bond O NH2. ഓക്കെ, ഇവിടെ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ,
The NH2 group associated with C double bond alla react cheya. NH2 group attached to NH aanu react cheya. Appo ivide da water povum and your product would be C double bond N NH C double bond O NH. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഈ കോമ്പൗണ്ട് റിവേഴ്സ് ചെയ്ത് തരും. അപ്പോൾ C double bond ന്റെ കൂടെ അറ്റാച്ച് ചെയ്ത NH2 എന്നല്ല ഹൈഡ്രജൻ പോണത്, നൈട്രജന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുള്ള NH2 എന്നാണ് ഹൈഡ്രജൻ പോണത്. യു നീഡ് ടു ബി കെയർഫുൾ. ഇതിന്റെ പേര് സെമി കാർബസൈഡ് എന്നാണ്. സെമി കാർബസൈഡ് ആൻഡ് ദ പ്രോഡക്റ്റ് ഇസ് സെമി കാർബസോൺ. അപ്പൊ ഇത്രയുമാണ് അമോണിയ ഡെറിവേറ്റീവ്സിന്റെ എക്സാമ്പിൾ. So with this we come to the end of nucleophilic substitution reactions. ഇനി നമുക്ക് പഠിക്കാനുള്ളത് റിഡക്ഷനും ഓക്സിഡേഷനും ഒക്കെയാണ്, which we will watch in the next video. Thank you so much for watching. Hope you understood this. Thank you.